വെരിക്കോസ് സിരകളിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ ചെയ്തു പോരുന്ന അട്ടച്ചികിത്സയുടെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇൻസൈറ്റിൽ കാണുന്നത്. ഈ അട്ടച്ചികിത്സ ഒരു ഉടായിപ്പാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നിങ്ങനെയുള്ള പല ജാതി വിശദീകരണങ്ങൾ നിങ്ങൾ ഇതിനോടകം കേട്ട് കാണും. നമ്മുടെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ ആവശ്യത്തിനടി നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഈ അട്ടച്ചികിത്സ അഥവാ അട്ടകളെ ഉപയോഗിച്ച് രക്തമെടുത്ത് കളയുന്ന ചികിത്സ. ഏതായാലും ആയുർവേദ ചികിത്സകളെ കുറിച്ച് വിവാദങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. അതിന് പിന്നിലെ ഉദ്ദേശങ്ങളും പലവിധ തൽപര കക്ഷികളുടെ ലക്ഷ്യങ്ങളും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ അട്ടച്ചികിത്സയുടെ സാധ്യതകളെ കുറിച്ചാണ്, അഥവാ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. ആയുർവേദത്തിൽ തന്നെ ജലോകവചരണം അഥവാ അട്ടകളെ കൊണ്ട് രക്തമെടുത്ത് കളയുന്ന ചികിത്സയും കാലാകാലങ്ങളായി ഇന്ത്യക്കകത്തും പുറത്തും പ്രചാരത്തിലുണ്ട്. ചരിത്രം കൃത്യമായി പറയുകയാണെങ്കിൽ സർജറിയുടെ പിതാവായിട്ടുള്ള സുശ്രുതാചാര്യൻ അദ്ദേഹം രചിച്ച സുശ്രുത സംഹിതയിൽ 800 BC തന്നെ ലീച്ച് തെറാപ്പി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നടന്നിരുന്നതായി വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് എത്രയോ കാലമായി ആയുർവേദ ചികിത്സാ രംഗത്തെ ഒരു പ്രധാന കൈവഴിയാണ് ഈ ജലോകവചരണം. രക്തമെടുത്ത് കളയുന്നു, അതും അട്ടകളെ പോലെ വികൃതമായിട്ടുള്ള ജന്തുക്കളെ ഉപയോഗിച്ച് രക്തമെടുത്ത് കളയുന്നു. ഇത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകില്ലേ എന്ന പുറം കാഴ്ച മാത്രമാണ് പല ബുദ്ധിജീവികൾക്കും ഈ ചികിത്സയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, വഴിയെ പോകുന്ന അട്ടയെ വിളിച്ച് കടിയട എന്നും പറഞ്ഞ് കടുപ്പിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമല്ല ഈ അട്ടച്ചികിത്സ. ഇതിനുവേണ്ടി പ്രത്യേകം പരിചരിച്ച് വളർത്തുന്ന അട്ടകൾ തന്നെ, നിർവിഷ ജലങ്ങളെന്ന് ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്ന അട്ടകളെ ഉപയോഗിച്ചാണ് ഈ ചികിത്സ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ അശ്രീകരം എന്ന് പറഞ്ഞങ്ങ് മാറ്റി നിർത്തുന്നതിനപ്പുറം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ അവസാനിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് അങ്ങോളം ഇങ്ങോളം പല കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ജലോകവചരണത്തെ മുൻനിർത്തി അഥവാ അട്ടയിട്ട് രക്തമെടുത്ത് കളയുന്ന ചികിത്സയെക്കുറിച്ച് ധാരാളമായി പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്, ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അട്ടയുടെ ഉമിനീരിലുള്ള ബയോ ആക്റ്റീവ് ഘടകങ്ങൾ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആന്റി ത്രോബിൻ ഘടകങ്ങൾ, ഉദാഹരണത്തിന് ഹെറിഡിൻ, ബുഫ്രിഡിൻ, ഫാക്ടറക്സ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയ ഘടകങ്ങൾ, ഈ ഘടകങ്ങളെല്ലാം തന്നെ രക്തമെടുത്ത് കളയുന്ന ചികിത്സയിൽ രോഗിക്ക് രോഗശാന്തിക്ക് വളരെയധികം സഹായകരമാകാറുണ്ട്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ചില അവസ്ഥകളുണ്ട്. വളരെ കാലമായി ഉണങ്ങാതെ നിൽക്കുന്ന അൾസറുകളിലും അശുദ്ധ രക്തം കെട്ടിനിന്ന അൾസറുകളും ബ്ലിസ്റ്ററുകളും ചൊറിച്ചിലും ഉണ്ടാകുന്ന കേസുകളിലും എല്ലാം ഇത്തരം രക്തമെടുത്ത് കളയുന്ന ചികിത്സ രോഗശാന്തിക്ക് വളരെയധികം സഹായകരമാകാറുണ്ട്. ഇത്തരം പഠനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് സർജറി ഇവയുടെ എല്ലാം ഭാഗമായി സർജന്മാർ തന്നെ അട്ടയിട്ട് രക്തമെടുത്ത് കളയുന്ന ചികിത്സ കൂടി ചെയ്യുന്നത് കാണാൻ സാധ്യമാണ്. അവരുടെ ഭാഷയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിനെ ഹിറിഡിനോ തെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് ആയുർവേദ ഡോക്ടർമാർ മാത്രമല്ല ഇന്ന് ലീച്ച് തെറാപ്പിയുമായി മുന്നോട്ട് പോകുന്നത്. അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സർജന്മാർ പോലും ഇന്ന് ലീച്ച് തെറാപ്പി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം. ഈ ചികിത്സകളുടെയും പഠനങ്ങളുടെയും റിപ്പോർട്ടുകൾ ഇന്ന് ധാരാളമായി ഓൺലൈനിൽ തന്നെ ലഭ്യമാണ്. ഈ റിപ്പോർട്ടുകൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ തന്നെ ഈ അട്ടകളെ ഉപയോഗിച്ച് രക്തമെടുത്ത് കളയുന്ന ചികിത്സയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഭീതികളും ഭയവും സംശയങ്ങളും എല്ലാം മാറാവുന്നതേ ഉള്ളൂ. വെരിക്കോസ് സിരകളിൽ അട്ടയെ ഉപയോഗിച്ച് രക്തമെടുത്ത് കളയുന്നതിന്റെ ഫലങ്ങൾ, ഉപയോഗങ്ങൾ പലതാണ്. വെരിക്കോസ് സിരകൾ കാരണം ഉണ്ടാകുന്ന നീറ്റലും ചുളുചുളുത്ത വേദനയും ചൊറിച്ചിലും നിറവ്യത്യാസവും എല്ലാം ശമിപ്പിക്കാൻ ഇപ്രകാരം അട്ടകൾ കൊണ്ട് രക്തമെടുത്ത് കളയുന്നത് വളരെ വളരെ ഫലപ്രദമാണ്. ഇതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ധാരാളം ചികിത്സാ റിപ്പോർട്ടുകൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക സാധ്യമാണ്. ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയുർവേദ ഹോസ്പിറ്റലുകളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഈ അട്ടച്ചികിത്സ ചെയ്തു പോരുന്നു. ഈ ചികിത്സയെ പറ്റി കൂടുതൽ അറിയുന്നതിനും നിങ്ങളുടെ വെരിക്കോസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശമനം ലഭിക്കുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം.